ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ നൂറ ഖൽഖില്ലാ. ആദരവായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബാല്യകാലത്തിൽ അവിടുന്ന് മേഘങ്ങൾ തണലേകിയ സംഭവം. ഹബീബായ തങ്ങൾ ഏകദേശം 12 വയസ്സുള്ളപ്പോൾ പിതൃവ്യനായ അബൂതാലിബിനോടൊപ്പം സിറിയയിലേക്ക് അഥവാ ഷാമിലേക്ക് കച്ചവടത്തിന് പോയപ്പോൾ സംഭവം യാത്രയുടെ കഠിനമായ ചൂടിൽ ഹബീബായ തങ്ങൾക്ക് മാത്രം പിന്തുണ ഒരു മേഘം തണലായി നിൽക്കുന്ന ഈ കാഴ്ച കണ്ടു. ബഹീറ എന്ന ക്രിസ്ത്യൻ സന്യാസി അഥവാ ഒരു പുരോഹിതൻ കാണുകയും അദ്ദേഹം ഹബീബായ തങ്ങളെടുത്ത് അബൂതാലിബിൻ്റെ അടുത്ത് പറയുകയാണ്, ഇത് ലോകത്ത് വരാനുള്ള പ്രവാചകനാണ്, തീർച്ചയായും ഇവിടെ ശത്രുക്കളുണ്ട്, തീർച്ചയായും ഈ മകനെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കടത്തുക. പിന്നൊരിക്കൽ മദീന മുനവ്വറയുടെ ചാരത്തായി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ തുറസായ സ്ഥലത്ത് നമസ്കരിക്കുകയാണ്. മഴയ്ക്ക് വേണ്ടിയാണെന്നും അഥവാ പെരുന്നാൾ നമസ്കാരത്തിനാണെന്നും 2 റിപ്പോർട്ടുകളുണ്ട്. എന്നിരിക്കെ ആ ചൂട് സമയത്ത്, വളരെ കഠിനമായ സമയത്ത് അവിടെ മേഘങ്ങൾ ഹബീബായ തങ്ങൾക്ക് അവിടെ തണലേകുകയാണ്. അങ്ങനെയാണ് അവിടെ മസ്ജിദുൽ ഗമാമ മേഘങ്ങളുടെ പള്ളി എന്നറിയപ്പെടുകയും പിൽക്കാലത്ത്. സുബ്ഹാനല്ലാഹ്, അള്ളാന്റെ റസൂൽ പ്രകൃതി ഓരോ നടത്തത്തിലും ഓരോ ഇരുത്തത്തിലും പ്രകൃതി അങ്ങ് ഹബീബിനെ പ്രേമിക്കുകയാണ്.